അപ്പോൾ നമ്മുടെ IH വ്യൂ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡൗൺലോഡ്സിൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ IH വ്യൂ 64 ബിറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഡോൺ റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. മോർ ഇൻഫോയിൽ പോയിട്ട് റൺ എനിവേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങോട്ടാണ് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ലൊക്കേഷൻ ബൈ ഡിഫോൾട്ട് C ഡ്രൈവാണ് കാണിക്കുന്നത്. ലൊക്കേഷൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രൗസ് ഫീച്ചറിൽ നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിനിഷ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്ന പ്രോഗ്രാം ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ പ്ലീസ് എൻ്റർ എ പാസ്വേഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷൻ എപ്പോഴും ഓപ്പൺ ചെയ്യണ സമയത്ത് നമ്മളോടൊരു പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ കൺഫേം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. നമ്മൾ ഇക്വേഷനിൽ C++ എല്ലാം കാണുന്ന പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇൻ കേസ് നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് എററായി പോയാലും നമുക്കത് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമ്മളോട് ഓട്ടോ ലോഗിൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പാസ്വേഡ് എപ്പോഴും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് നമുക്ക് കുറച്ചുകൂടെ സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഓട്ടോ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കരുത്. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇൻ്റർഫേസ് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ആ ഡിവൈസുകൾ ഇപ്പോൾ നമുക്ക് NVR ക്യാമറകളെല്ലാം വലിയൊരു വലിയൊരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് നമ്മുടെ ഹോം പേജാണ്. ഹോം പേജിലാണ് നമുക്ക് ലൈവ് വ്യൂ, പ്ലേബാക്ക്, ഡിവൈസ് മാനേജ്മെൻറ്റ്, സിസ്റ്റം കോൺഫിഗറേഷൻ, അലാം മാനേജ്മെൻറ്റ്, TV വാൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇൻലൻഡ് ആൻഡ് ഔട്ട്ലൻഡ് മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക് മാപ്പ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ബേസിക് ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ യൂസർ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ ലോഗ്സ്, ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ്, അലാം കോൺഫിഗറേഷൻ, ഇൻ്റലിജൻറ്റ് റിസർച്ച്, അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നേഷൻ, വീഡിയോ പ്ലെയർ, ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളൊരു ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ഈ ക്യാമറ നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് P2P മെത്തേഡിലും ആഡ് ചെയ്യാം, അതുപോലെ LAN മെത്തേഡിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് LAN മെത്തേഡാണ്. നമുക്കിവിടെ ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ഓട്ടോമാറ്റിക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, IH ക്യാമറ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഇവിടെ ലിസ്റ്റിൽ വന്നേക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അതേ നെറ്റ്വർക്കിലായതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ ഇവിടെ ലിസ്റ്റിൽ വന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഇരിക്കുന്ന ക്യാമറേനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ആകെ ഒരു ക്യാമറ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ എൻ്റെ നെറ്റ്വർക്കിൽ. അതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ മാത്രം ഇവിടെ വന്നിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത ശേഷം ആഡ് എന്നുള്ള ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ക്യാമറയെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ യൂസർ ഐഡിയും പാസ്വേഡും എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയുടെ പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ക്യാമറയുടെ പാസ്വേഡ് കൊടുത്തു. ഇമ്പോർട്ട് ടു ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുന്നു. 1 ഡിവൈസ് ഹാസ് ബീൻ ആഡഡ് സക്സസ്ഫുള്ളി, കൺഫേം. അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ക്യാമറയുടെ IP അഡ്രസ്സ് ഉണ്ട്, ക്യാമറയുടെ ടൈപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഡിവൈസ് മോഡൽ ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടില്ല, അതുപോലെ തന്നെ IP അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, പിന്നെ പോർട്ട് നമ്പർ കാണിക്കുന്നുണ്ട്, പിന്നെ വീഡിയോ ചാനൽ 1 ആണെന്ന് കാണിക്കുന്നുണ്ട്, കണക്ഷൻ സ്റ്റാറ്റസ് ഈസ് ഓൺലൈൻ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ക്യാമറയെ വേണമെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഓപ്പറേഷൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കണം. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ആഡ് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്കിനി ലൈവ് വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹോം പേജ് എന്നുള്ളൊരു ബട്ടണിലേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലൈവ് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ആഡ് ചെയ്തേക്കുന്ന ക്യാമറ ഇവിടെ ലിസ്റ്റിൽ വരും. കണ്ടോ, എന്നിട്ട് ആ ഒരു ക്യാമറയെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കണ പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനും അങ്ങ് ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് വിൻഡോയിലേക്ക് ഫില്ലായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവിടെ നമുക്ക് അലാം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ബെല്ലിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ റിയൽ ടൈം നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് എനേബിൾ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലൈവ് വ്യൂ സെറ്റപ്പ് ചെയ്യണത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്ലേ ബാക്ക് എടുക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ലൈവ് വ്യൂ. ഞാൻ ഈ ഒരു ക്യാമറയുടെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡിലേക്ക് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്ലേ ബാക്ക് നോക്കാൻ കഴിയും. ഞാൻ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയും. ഈ പ്ലേ ബാക്ക് വിൻഡോയുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാമറകളും ഇവിടെ ലിസ്റ്റിൽ വരും. ഇപ്പോൾ ഞാൻ ഒരു ക്യാമറ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ക്യാമറ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ടൈം ആൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊടുക്കുന്ന ഡേറ്റ് അതായത് ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ഇവിടെ എൻഡ് ഡേറ്റും നമ്മൾ കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മുമ്പാണ് ഈ ഒരു ക്യാമറ ഓൺ ആക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്ത് റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ഡേ കൊടുക്കുകയാണ്. ഓക്കെ അടിക്കുന്നു. കൊറി എന്നുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ചാനൽ 8 ഡേറ്റ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ പ്ലേ ബാക്ക് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഈ ക്യാമറയിൽ ഓഡിയോ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓഡിയോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിയും. പിന്നെ നമുക്കിതിപ്പം വളരെ ചെറിയൊരു വിൻഡോയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്ലസ് സൈൻ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. പ്ലസ് സൈൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈം കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ പ്ലേ ബാക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഈ ഒരു റെഡ് ഐക്കണിൽ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ മോഷൻ ട്രിഗർ ചെയ്തേക്കുന്ന റെക്കോർഡിങ്സ് ആണ്. ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലേ ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 1x മുതൽ 16x വരെ ഓടിച്ചു വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2x വിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 4x അതിലൊക്കെ വേഗത്തിൽ ഇങ്ങനെ നമുക്ക് 16x വരെ സ്പീഡിലേക്ക് ഇതിനെ നമുക്ക് വേഗത്തിൽ ഓടിച്ചു വിട്ട് കാണാൻ പറ്റും.